അങ്ങനെയല്ല, നിന്റെ അടുത്ത് വേറെയും കുറെ ഉണ്ടല്ലോ. അത് മാത്രമല്ല, അത് ഇവിടെ തന്നെ ഉണ്ടാവൂലേ? നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്. ആരും എടുക്കൊന്നുമില്ല. പുറത്തിറങ്ങി അവര് കണ്ടുപിടിക്കുന്നു വെച്ചാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ എന്തിനാ ഇപ്പൊ ഗോഷ്ടി കാണിച്ചേ? മുഖത്തിന്റെ ഷേപ്പ് പോവും. എന്തേ, വേറൊന്നും ആവില്ലേ? അല്ല, ഇപ്പോഴേ കാണാൻ കൊള്ളില്ല, കുറച്ചുകൂടെ മോശമാവെന്ന് പറഞ്ഞു. പിന്നെ എന്റെ ജിമിക്ക് പറ്റി സംസാരിച്ച വെറുതെ ഇരിക്കാൻ പറ്റുമോ? അത് ശരി, എനിക്ക് കൊറേ കമ്മലുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അത് നീ ഫംഗ്ഷൻസിനും ഓഫീസിലൊക്കെ വരുമ്പോ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്ന് വെച്ചാ നീ അപ്പ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്ന് അർത്ഥം? നോ, അങ്ങനെയൊന്നുമില്ല. നീ എന്റെ ക്യാബിനിൽ വന്ന് സംസാരിക്കുമ്പോ കാണാറുള്ളതല്ലേ. അതുമാത്രമല്ല, നീ അതും ഇട്ടൊരു 100 പ്രാവശ്യം കോപ്രായം കാണിക്കാറില്ലേ. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇതെന്റെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണോ അതോ ശരിയാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് കുറച്ച് സമയം കൂടി ആവശ്യമാണ്. ഞങ്ങളുടെ ഇടയിൽ ഒരു ബ്രേക്ക് വേണം. എനിക്ക് അവളെ എങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് സന്തോഷമില്ല. അതുകൊണ്ട് നീ ആ വിഷയത്തെ പറ്റി ഇനി സംസാരിക്കണ്ട. വാ, വന്ന് കഴിക്കേ. ചേട്ടാ, സിദ്ധാർത്ഥ നിന്നെ അത്രയും വിളിച്ചിട്ടും നീ അവിടെ പോയില്ലെങ്കിൽ നിന്റെയും ആരതിയുടെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഡൗട്ട് വരില്ലേ? തീർച്ചയായിട്ടും ഡൗട്ട് വരും. വേറെ ആർക്കും ഡൗട്ട് വന്നില്ലെങ്കിലും ചെറിയമ്മയ്ക്ക് എന്തായാലും ഡൗട്ട് തോന്നും. അവർ ആ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചിടപെടാറ്. ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരെയും ഈ വിഷയം സംസാര വിഷയം ആവാതിരിക്കണമെങ്കിൽ നീ പോയേ പറ്റൂ. നമ്മുടെ മര്യാദ നമ്മുടെ കയ്യിലാ ചേട്ടാ. ഇതിനൊക്കെ എങ്ങനെ ദേഷ്യപ്പെട്ടാലോ? ചുമ്മാ ഇരിക്കുക കളിച്ചെടുക്ക. നിന്റെ ഒച്ച ആരും കേൾക്കണ്ടെന്ന് വെച്ച് പൊത്തി പിടിച്ചപ്പോ കടിക്കുന്നോ? നീ എന്താ പട്ടിയാണോ? അതെന്റെ ശീലോ, ഞാൻ എന്ത് ചെയ്യാനാ? വാട്ട്? ഇതാണോടി നിന്റെ ശീലം? ഇങ്ങനെയൊക്കെ ശീലിക്കാൻ നിന്റെ വായാരെ ഇടയ്ക്കിടയ്ക്ക് പൊത്തിയിരുന്നേ? ഈ ലോകത്ത് നിന്നെ പോലെ നീ മാത്രമേ ഉണ്ടാവൂ. ഹലോ, ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ ചെറുതായിരുന്നപ്പോ ചേട്ടന് ശക്തി ഉണ്ടെന്ന് കാണിക്കാൻ എന്റെ മൂക്കും വായും ഒരുമിച്ച് പൊത്തുമായിരുന്നു. അപ്പൊ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. എത്ര നോക്കിയാലും കൈ മാറ്റാനേ പറ്റില്ലായിരുന്നു. എന്നെ ശരിക്കും കഷ്ടപ്പെടുത്തുമായിരുന്നു. കൈ എടുപ്പിച്ചില്ലെങ്കിൽ മരിച്ചു പോകുന്നുള്ള അവസ്ഥ വരെ എത്തും. എന്നാലും അവനതൊന്നും ശ്രദ്ധിക്കയില്ലായിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് ആകെ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. കയ്യിൽ ശരിക്കും ഞാനങ്ങ് കടിക്കും. ശീലമായി പോയി. ഇപ്പോഴും അങ്ങനെ തന്നെയാ സംഭവിച്ചേ. കഴിഞ്ഞ ജന്മത്തിൽ നീ ഏതൊരു രാക്ഷസിയാന്ന് എനിക്ക് തോന്നുന്നേ. എന്തൊരു വേദനയാണെന്നറിയോ? അയ്യോ, ആണോ? എവിടെ നോക്കട്ടെ. നീ എന്റെ കൈയൊന്നും പിടിക്കണ്ട. പിന്നെയും കടിക്കാനാണോ? നിങ്ങളൊക്കെ എന്തിനു കൊള്ളാം? ഇത്ര പെട്ടെന്ന് പിടിക്കപ്പെട്ടല്ലോ. നമ്മുടെ ഫാമിലിക്ക് തന്നെ ഇത് നാണക്കേടാ. ആഹാ, നിങ്ങൾ എന്താ സിലിണ്ടറിന്റെ പിന്നിൽ പോയി ഒളിച്ചിരിക്കായിരുന്നല്ലോ? ഈ സീറോ ഫിഗർ കാണാതിരിക്കാനാണോ? നിനക്കെല്ലാം നന്നായിട്ട് അറിയാം. അല്ല, ചെറുപ്പത്തിൽ എത്ര പ്രാവശ്യം ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം വേസ്റ്റ് ആയി. ചേട്ടാ, വിക്കി ചേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായേനെ. അയ്യോ വേണ്ട മോളെ, അവൻ ഉണ്ടായിരുന്നെങ്കിലേ ആദ്യം നിന്നെ പിടിച്ചാന്. എന്തേ, അവർക്ക് കളിക്കാൻ അറിയില്ലേ? അറിയാം, പക്ഷേ കൂടുതൽ നേരം ഒളിച്ചിരിക്കാനുള്ള പേഷ്യൻസ് അവനില്ല. പക്ഷെ ആദ്യമാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. അതെ, ഏട്ടത്തിയും ഉണ്ടാവണമായിരുന്നു. നല്ല രസമായിരുന്നേനെ. അവളുണ്ടായിരുന്നെങ്കിലും ഞാൻ കളിക്കാനൊന്നും സമ്മതിക്കില്ല. അവള് പ്രഗ്നന്റ് അല്ലടി മണ്ടി. ഓ, അത് ശരിയാണല്ലേ. എന്നാലും ഏട്ടത്തി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. അവരൊരു തരം എനർജി ബൂസ്റ്റർ പോലെയാ. പിന്നെ
എന്റെ ഭാര്യ എന്ന് പറഞ്ഞ തമാശ കളിയാണോ? അങ്ങനെയൊന്നും ഇല്ല അളിയ. അവള് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാ. ആരും ഇമാജിൻ ചെയ്യാത്ത സ്ഥലത്ത് പോയി ഒളിച്ച് രക്ഷപ്പെട്ട് കളയും. ഓ അതൊക്കെ വിട്ടളെ. നിങ്ങൾ മേനോൻ കുടുംബക്കാരാ, ഗ്രേറ്റ്. എന്ത് ഗ്രേറ്റ് ആയാലും എന്താ അളിയ, ഇത്രയും നേരമായിട്ടും ചേട്ടനെ ആ മൂല്യം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എവിടെ ഒളിച്ചിരിക്കായിരിക്കും? എല്ലാ സ്ഥലത്തും ഞാൻ നോക്കിയിട്ടാ വന്നേ. എല്ലാരെയും കണ്ടുപിടിക്കും, നോക്കിക്കും. ആരെയും വിടില്ല, തീർച്ചയായിട്ടും പിടിക്കും. ഇവരവരെ പോയി തപ്പുന്ന സമയത്ത് നമ്മുടെ ലവ് ബേർഡ്സ് എങ്ങാനും റൊമാൻസിലാണ് നിൽക്കുന്നതെങ്കിൽ അയ്യോ, ഇവിടെ ആർക്കും ഈ കാര്യം അറിയത്തുമില്ല, അറിയുകയും ചെയ്യരുത്. ഒരുപക്ഷെ അതറിഞ്ഞ അതിന്റെ പിന്നിൽ ഞാനാണെന്ന് വിചാരിക്കും. ഞാൻ തന്നെ എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തണം. ഓ എന്തൊരു വിധിയാ ദൈവമേ. അയ്യോ, അവരൊക്കെ പിന്നെ കണ്ടുപിടിക്കാം. ഇതുവരെ സുമേഷ് അങ്കിളിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നിന്നെന്താ അവിടെ ചോറും മേടിച്ചോ? എന്തിനാ പുറത്തേക്ക് വന്നേ? സിദ്ധാർത്ഥ് സാർ, അത് ഞാനല്ല, വിധി. വിധിയാണത്ര, വിധി മാണ്ടൻ. അത് പിന്നെ ഒരു ചെറിയ പാറ്റ, അതെന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അതിനെ കണ്ട് പേടിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ആടിയതാ. അല്ലാതെ എന്നെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ ആരാ മോൻ? സുമേഷ് അല്ലേ? സുമേഷ്. ഇനി അവർ രണ്ടുപേരും മാത്രമാ ബാക്കിയുള്ളത്. അവരിവിടെ ഇല്ലെങ്കിൽ താഴെ ഉണ്ടാകും. കോമഡി കില്ലാടി. നിങ്ങൾ ഈ വീട് മുഴുവൻ തപ്പിയാലും നാളെ നേരം എടുത്താലും അവരെ കിട്ടില്ല. എന്തുകൊണ്ട് കിട്ടില്ല? ഞാൻ തീർച്ചയായും കണ്ടുപിടിക്കും. ജപ്പാനിലുള്ളവരെ അമേരിക്കയിൽ തപ്പിയാ കിട്ടുവോ? ഡെഡ് ഓപ്പോസിറ്റ് റോട്ടിലാ നിങ്ങൾ തപ്പുന്നത്. വെറുതെ കൺഫ്യൂസ്ഡ് ആക്കി മിസ് ചെയ്യിപ്പിക്കല്ലേ. അവരിവിടെ എവിടെയോ തന്നെ ഉണ്ട്. അവരിവിടെ എവിടെയോ ഉണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല. ഞാൻ നോക്കിയപ്പോ എന്റെ ബോസ് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. നിന്റെ വായിന്ന് വരാനാ ഞാൻ അങ്ങനെ പറഞ്ഞു. നീയായിട്ട് എന്നെ കൃത്യമായിട്ട് ഒന്ന് ചാടി തന്നു. താങ്ക്സ് സുമേഷേ. എടാ മണ്ട, നീ പിടിക്കപ്പെട്ടതോ പോട്ടെ, ബാക്കിയുള്ളവരെന്തിനെ പിടിപ്പിക്കുന്നത്? മാരക്കഴുത. ഈ അങ്കിളിനെ കളിക്കാൻ ചേർക്കാൻ പാടില്ലായിരുന്നു. ചീറ്റിംഗ് അങ്കിൾ, ചീറ്റിംഗ് അങ്കിൾ, ചീറ്റിംഗ് അങ്കിൾ. വേണമെങ്കിൽ എല്ലാരോട് ചേർന്ന് എന്നെ കൂട്ടിയിട്ട് അടിച്ചോ. പക്ഷെ ഇങ്ങനെ എന്നെ അങ്കിൾ എന്ന് മാത്രം വിളിക്കരുത്. കിട്ടാനുള്ളതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങി. അവിടെ റൊമാൻസ് സീൻ, ഇവിടെ എന്റെ പുറത്ത് ഫൈറ്റ് സീൻ. അയ്യോ അമ്മേ. ആരും അറിയാതെ കൊണ്ടു നടന്ന എല്ലാ സീക്രട്ടും ഇപ്പൊ എല്ലാവരും അറിഞ്ഞു കൊളവാക്കും. നടക്ക് പുറത്തു പോവാം. നമ്മൾ ഇതെല്ലാരും അറിയിക്കാൻ വേണ്ടി ഇവിടെ വന്നതൊന്നും അല്ലല്ലോ. നമ്മൾ ഒളിച്ചിരിക്കാൻ വേണ്ടി വന്നതല്ലേ. എന്തിനിങ്ങനെ സില്ലി ആയിട്ടൊക്കെ ചിന്തിക്കുന്നത്? നീയല്ലടി സില്ലി ആയിട്ട് ചിന്തിക്കുന്നേ. ഇനിയിപ്പോ ആരെങ്കിലും വന്ന് ചോദിച്ചാലും ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒളിക്കാൻ കയറിയപ്പോ നിന്നെ കണ്ടു എന്നേ ഞാൻ പറയൂ. അതൊരു കോയിൻസിഡൻസ് മാത്രമല്ലേ. നീ പറഞ്ഞത് ശരിയാ. നിനക്ക് കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ട്. എടോ സുമേഷ്, താൻ അവിടെ ഒളിഞ്ഞു നോക്കി നിൽക്കായിരുന്നോ? ബോസ്, അത് മേഡവും ബോസും ഒരുമിച്ച് ഒളിച്ചിരിക്കുകയാണെന്ന് ഡൗട്ട് തോന്നി. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പിടിക്കപ്പെടാതെ നോക്കേണ്ട ചുമതല എനിക്കല്ലേ. അതുകൊണ്ട് ധ്രുവയോ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നാലോ എന്ന് കരുതി അവരെല്ലാവരെയും മിസ്ലീഡ് ചെയ്യാൻ നോക്കിയത്. നീ എന്താ സുമേഷ്, എന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയതാണോ? വെൽ ഡൺ സുമേഷ്. താങ്ക് യു. ലൈഫിൽ ആദ്യമായിട്ട് എന്റെ എക്സ്പെക്ടേഷൻ ഒക്കെ താൻ പൊളിച്ചു കളഞ്ഞു. തന്നെ PA ആയി കിട്ടിയത് എന്റെ ഭാഗ്യം. ബോസ്
എന്നെ പ്രശംസിച്ചോ? അയ്യോ ദൈവമേ, ഇങ്ങനെയൊക്കെയുള്ള മൊമെന്റ്സ് ഈ സുമേഷിന്റെ ജീവിതത്തിൽ കിട്ടുമെന്ന് ആരറിഞ്ഞു? ബോസ് പറഞ്ഞത് കേട്ടില്ലേ, ഈ സുമേഷ് ബോസിന്റെ ഭാഗ്യമാണെന്ന്. മീനാക്ഷി ഒരു കിസ് തന്ന പോലത്തെ അനുഭൂതി. നിന്റെ ഈ പൊട്ടത്തരവും കുട്ടിക്കളിയും മുൻകോപവും ഒക്കെ കാണുമ്പോ എനിക്ക് എത്രമാത്രം സന്തോഷം കിട്ടുന്നുണ്ടെന്ന് അറിയൂ അമ്പൂല്യ. ധ്രുവ, നീ എല്ലാവരെയും കണ്ടുപിടിച്ചു, പക്ഷെ ഇവളെ കണ്ടുപിടിച്ചില്ല. അളിയാ, നിങ്ങളുടെ അനിയത്തിയെ മാത്രമല്ല എന്റെ ചേട്ടനെ അവര് കണ്ടുപിടിക്കാൻ രണ്ടുപേരും മാത്രമല്ല എന്നെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാനായിട്ട് എന്നെ പിടിക്കപ്പെട്ടത്. ഞാനും ഒട്ടും കുറവല്ല. അതൊക്കെ മറന്നേക്ക്, നിന്നെയും കൂട്ടാം. ഇനിയും കുറെ സമയമുണ്ട്. എന്താ ചെയ്യാം? ഞാൻ തരാം ഐഡിയ. ഇപ്രാവശ്യം നല്ല ഐഡിയ തന്നെ തരാം. ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ജോലി എണീറ്റ് നടക്കേണ്ട കാര്യമില്ല. എന്താ? ഗോസിപ്പ് പറയാം. വാവ്, ഇത് ശരിക്കും നല്ല ഐഡിയ തന്നെ. ഞാൻ തന്നെ ആദ്യം ഗോസിപ്പ് തുടങ്ങാം. നിങ്ങൾ ആദ്യം തുടങ്ങേണ്ടത് എന്താന്ന് വെച്ചാൽ ലേഡീസ് അല്ലേ ഗോസിപ്പി ഫേമസ്. അത് പിന്നെ ഞാൻ അറിയാതെ മാറി പറഞ്ഞു പോയതാ. മറന്നുകള. താൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല സുമേഷ്. അതിനെ ശരി, ഇവരൊക്കെ അതിനാ ഫേമസ്. ആഹാ, അത് കൊള്ളാലോ. എന്തേ നിങ്ങൾ ഗോസിപ്പൊന്നും പറയാറില്ലേ? വേറെ ആരെ കുറിച്ചും ഒന്നും സംസാരിക്കാറുമില്ല, ആരെ കുറിച്ചും പറയാറുമില്ലേ? നോ നോട്ട് അറ്റ് ഓൾ. ആൺകുട്ടികൾ അങ്ങനെ ഗോസിപ്പ് ഉണ്ടാക്കി ജോക്സ് ഒന്നും പറയാറില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, ടൺ കണക്കിന് ഗോസിപ്പ്, ഓരോ കഥ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഈ കാര്യത്തിൽ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളതും സ്ത്രീകൾക്ക് തന്നെ. അതൊക്കെ ചെയ്യുന്നത് ആരാ? നിങ്ങളെ പോലുള്ള ആണുങ്ങളല്ലേ? സത്യം പറയുവാണെങ്കിൽ പ്രശ്നക്കാരൻ നിങ്ങൾ തന്നെയാ. അതല്ല, സ്ത്രീകളുടെ തലയിൽ വെച്ച് നിങ്ങൾ അത് കണ്ട് ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. പ്രോബ്ലം ഇനി നമ്മുടെ ഭാഗത്തായിരുന്നെങ്കിൽ പെൺകുട്ടികൾ നമ്മളെ ട്രോൾ ചെയ്യാനേ. എന്തുകൊണ്ട് ട്രോളുന്നില്ല? എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് ട്രോൾ ചെയ്യാനായിട്ടൊരു പ്രോബ്ലം ഇല്ല. വി ആർ പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ്. ഇത്രയും ദിവസം ആരും ചെയ്യാത്തത് ഞാൻ ഇന്ന് ചെയ്യാൻ പോവാ. ചെവി പൊട്ടി പോകുന്ന അത്രയും വലിയ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. കേൾക്കണോ? പറ്റുമോ നിങ്ങളെ കൊണ്ട്? ആയിക്കോട്ടെ, അതെന്താന്ന് കേട്ടേ പറ്റൂ. നിങ്ങൾ ആണുങ്ങളുണ്ടല്ലോ, ജനിച്ചൊരു 3-4 ദിവസം കഴിയുമ്പോൾ തുടങ്ങും നിങ്ങളുടെ കഥകളും പുരാണങ്ങളും. അവിടുന്ന് തന്നെ പാഷ്വാലിറ്റിയും തുടങ്ങും. സ്കൂളിൽ പോകാൻ വേണ്ട ബാഗ്, ഷൂ, യൂണിഫോം എന്ന് തുടങ്ങി എല്ലാ വർഷവും നിങ്ങൾക്ക് എല്ലാം പുതിയ സാധനങ്ങൾ വേണം. എന്താണെന്ന് വെച്ചാ ഈ സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് വേണ്ടേ? വർഷം പകുതിയാകുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ കീറിക്കളഞ്ഞു കാണും. ഇനി സ്റ്റഡീസിലേക്ക് വന്നാലോ, നമ്മുടെ വീട്ടിൽ പെൺകുട്ടികൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആൺകുട്ടികൾ പഠിച്ചിട്ടുണ്ടാവണമെന്നുള്ള ബിൽഡപ്പും ഡോമിനൻസും. പക്ഷെ നിങ്ങളുടെ കഷ്ടകാലത്തിന് പെൺകുട്ടികൾ പഠിക്കാൻ തുടങ്ങിയ ശേഷം പെൺകുട്ടികളെ ടോപ്പിലുള്ളത്. മാർക്ക് കൊണ്ടും മര്യാദ കൊണ്ടും പെൺകുട്ടികളോട് മത്സരിക്കാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റില്ല. 100-ൽ 10% പോലും സ്ത്രീകളെ ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. എന്താണെന്ന് ചോദിക്ക്. നിങ്ങളുടെ ഡിസിപ്ലിനും ലൈഫ് സ്റ്റൈലും ആ റേഞ്ചിലാ ഉള്ളത്. ഓരോ വീടിന്റെ എല്ലാ മൂലകളിലും നിങ്ങളുടെ പാന്റ് ഷർട്ടും ഒക്കെ ആയിരിക്കും നിരന്ന് കിടക്കുന്നത്. നിങ്ങളുടെയൊക്കെ റൂമിലെ കബോർഡില് 1.5 ഇഞ്ച് കനത്തിൽ പൊടി കാണും.
ബുക്കും ബാഗും ടെക്സ്റ്റും ഒക്കെ ഫാനിന്റെ മുകളിൽ കിടന്നാലും ഒരാശ്ചര്യമില്ല. ഇനി എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു യാത്ര പോയാൽ ആ കഥയൊന്ന് പറഞ്ഞു തീരാനായിട്ട് 4 നാവെങ്കിലും എക്സ്ട്രാ വേണം. പല സാധനങ്ങളും കൺമുന്നിലായിരിക്കുന്നെങ്കിലും അമ്മേ എന്റെ പേഴ്സ് എവിടെ, ഷൂ കാണുന്നില്ല, എന്റെ ബെൽറ്റ് എവിടെ, അത് കാണുന്നില്ല, ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒരു വലിയ ബഹളം തന്നെ ഉണ്ടാക്കും. ഇതിലൊന്നും തീരുന്നില്ല നിങ്ങളുടെ കഥ.